ഒരു പെൺകുട്ടി ഒരു സ്ത്രീയെ വിശ്വസിക്കുകയാണ്. ആ വിശ്വസിച്ചതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയുടെ ജീവിതം തലകീഴായി മാറുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ആ കുട്ടി അനുഭവിക്കാത്ത നരകയാതനയൊന്നുമില്ല. അങ്ങനെയുള്ളൊരു സ്റ്റോറിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. 22 വയസ്സുള്ള ആ ഒരു പെൺകുട്ടി താമസിച്ചിരുന്നത് പൂനെയിലെ ഒരു ഗ്രാമത്തിലായിരുന്നു. അതായത് വലിയ വികസനവും കാര്യങ്ങളൊന്നും വരാത്തൊരു ഗ്രാമമായിരുന്നു അത്. അന്നേ ദിവസം ആ പെൺകുട്ടി ടൗണിലോട്ട് പോകാനായിട്ട് ബസ് കാത്ത് നിൽക്കുകയായിരുന്നു. ഡ്രസ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ടൗണിലോട്ട് പോകാനായിട്ട് ബസ് കാത്ത് നിന്നിരുന്നത്. ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രം ബസ് പോകുന്ന ഒരു റൂട്ടാണ് കേട്ടോ അത്. നമുക്ക് ആ പെൺകുട്ടിയെ സവിത എന്ന് വിളിക്കാമല്ലേ. അങ്ങനെ ആ ഒരു പെൺകുട്ടി അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഒരു കാറ് അവരുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ആ കാറിൽ നിന്ന് കണ്ടാൽ ഒരു 40-45 പ്രായം തോന്നുന്ന ഒരു സ്ത്രീ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അവരുടെ കയ്യിൽ ഒരു കഷ്ണം കടലാസും ഉണ്ടായിരുന്നു. അതൊരു അഡ്രസ്സായിരുന്നു. അവർ ആ ഒരു കടലാസ് നേരെ സവിതക്ക് കൊടുത്തിട്ട് ആ ഒരു അഡ്രസ്സ് അറിയുമെന്ന് ചോദിച്ചു. സവിത അവരുടെ അടുത്ത് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള വഴിയും കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ സവിതനോട് ആ ഒരു സ്ത്രീ ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സവിത പറഞ്ഞു ടൗണിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്തായാലും ഓൺ ദ വേ ആണല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ സവിത പറഞ്ഞു വേണ്ട നിങ്ങൾ എന്തായാലും സേഫായിട്ട് പോ, ഞാൻ എന്തായാലും ബസ്സിന് പൊക്കോളാം, നിങ്ങൾ നിങ്ങളായിരുന്നു നോക്കി പൊക്കോളൂ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞ് ഇങ്ങനെ സവിത നിൽക്കുകയാണ്. എന്നാലും ഈ ഒരു സ്ത്രീ എന്താ പറയുക വിടുന്നില്ല, വളരെയധികം നിർബന്ധിക്കുകയാണ്. വായോ, എന്തായാലും കാറുണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് പോവാം, അവിടെ വിട്ട് തരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് കുനിഞ്ഞ ആ ഒരു കാറിൽ ആരൊക്കെയാണുള്ളത് എന്നുള്ളത് സവിത ഒന്ന് നോക്കുകയാണ്. ഫ്രണ്ടിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഒരു പുരുഷനുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെ ഒരു പുരുഷൻ ഇരിക്കുന്നുണ്ട്, ബാക്കിലൊരു സ്ത്രീയാണ് ഇരിക്കുന്നത്, പിന്നെ ഈ ഒരു പുറത്ത് നിൽക്കുന്ന സ്ത്രീയും. അപ്പോൾ 2 സ്ത്രീകളുടെ കൂടെയാണ് താൻ യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു ചിന്തയിൽ സവിത ഓക്കെ പറഞ്ഞിട്ട് ആ ഒരു കാറിൽ കയറുകയാണ് ഉണ്ടായത്. ആ കാർ അങ്ങനെ സിറ്റി ലക്ഷ്യമാക്കി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ ഈ 2 സ്ത്രീകളും സവിതയുടെ അടുത്ത് കുശലാന്വേഷണമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ. പേരെന്താണ്, അതുപോലെ തന്നെ വീട് എവിടെയാണ്, അതുപോലെ തന്നെ വീട്ടിലുള്ള ആരൊക്കെ ഉണ്ട്, ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള സകലമായ ഡീറ്റെയിൽസും ഈ ഒരു പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ളത് കംപ്ലീറ്റ് ഇവരിങ്ങനെ ചോദിച്ചറിയുകയാണ്. അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ 2 സ്ത്രീകളിൽ ഒരു സ്ത്രീ ഒരു ബിസ്ക്കറ്റ് എടുത്തു, എന്നിട്ട് സവിതക്ക് കൊടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു. സവിത പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ മകൻ ഫോറിനിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ബിസ്ക്കറ്റാണ്, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ്. ഇതേപോലെ തന്നെയുള്ള ഒരു ബിസ്ക്കറ്റൊക്കെ കഴിക്കാൻ എപ്പോഴൊന്നും ചാൻസ് കിട്ടില്ല, കിട്ടുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കഴിച്ചോ എന്നുള്ളത് പറയുകയാണ് ഉണ്ടായത്. എന്നാലും സവിത അത് വേണ്ട എന്ന് പറഞ്ഞു. അവസാനം ആ ഒരു സ്ത്രീ എന്താ പറയുക സ്നേഹത്തിൻ്റെ പുറത്ത് ഇങ്ങനെ നിർബന്ധിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ അവസാനം സവിത ആ ഒരു ബിസ്ക്കറ്റ് കഴിക്കുകയാണ് ഉണ്ടായത്. ആ ഒരു ബിസ്ക്കറ്റ് കഴിച്ചത് മാത്രമേ സവിതക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അതായത് ആ ഒരു ബിസ്ക്കറ്റ് കഴിച്ച പാടെ തന്നെ സവിത ഉറങ്ങിപ്പോയി. അങ്ങനെ കണ്ണൊക്കെ തുറന്ന് എഴുന്നേൽക്കുമ്പോൾ സവിത എവിടെയോ ഒരു മുറിയുടെ ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു മുറിയിൽ വേറെയും കുറേ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ഞങ്ങളെ തുറന്നു വിട്, ഞങ്ങൾ എന്തിനാണ് ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിട്ടിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പല പെൺകുട്ടികളും അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അവിടെ കുറച്ച് പുരുഷന്മാരുണ്ടായിരുന്നു, അവർ മുഖം മറച്ചിട്ടുണ്ടായിരുന്നു, അവർ ബെൽറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നതും പറയുന്നതും പെൺകുട്ടികളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ പെൺകുട്ടികൾ അവിടെ അപ്പോഴും മയക്കത്തിലായിരുന്നു, മയക്കം വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതൊക്കെ കണ്ട് സവിത ആകപ്പാടെ പേടിക്കുകയാണ്. എന്നിട്ട് ധൈര്യം സംഭരിച്ചിട്ട് അവരുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ ആരാണ്, എന്താണ് ചെയ്യുന്നത്, ഞങ്ങൾ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ആ ബെൽറ്റ് വെച്ച് സവിതയെയും അവർ നല്ല പോലെ ഉപദ്രവിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടികൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. എന്നിട്ട് അവർ പറഞ്ഞു നിങ്ങളിപ്പോൾ കഴിക്കാന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചോ, ഇല്ലാന്നുണ്ടെങ്കിൽ 10 മണിക്കൂറത്തേക്ക് വേറൊരു ഫുഡും തരില്ല എന്ന് പറഞ്ഞു. അവസാനം ഇവരെ പേടിച്ചുകൊണ്ട് എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്, കൂട്ടത്തിൽ സവിതയും ഫുഡ് കഴിച്ചു. അതിനുശേഷം ഏകദേശം ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഓരോ ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് തുടങ്ങി. ആ ഒരു ഇഞ്ചക്ഷനും കൂടെ കയറുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ മയങ്ങി വീഴാനും തുടങ്ങുകയാണ്. അപ്പോൾ അതിനുശേഷം വീണ്ടും ഈ ഒരു സവിത കണ്ണു തുറക്കുമ്പോൾ ഉള്ളത് മറ്റൊരു ലോകത്തായിരുന്നു. ഒരു ബ്രോത്തലിലായിരുന്നു അവരുണ്ടായിരുന്നത്, അതായത് ഒരു വേശ്യാലയത്തിൽ. ഏകദേശം 30-ലേറെ സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടി കണ്ണ് തുറന്നപ്പോൾ തന്നെ ഒരു സ്ത്രീ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ആ ഒരു പെൺകുട്ടിക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും കൊടുക്കുകയാണ്. ഓക്കെ, നീ എന്തായാലും ഇന്ന് തന്നെ ഈ ഒരു ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് നേരെ എന്താ പറയുക വ്യഭിചരിക്കാനായിട്ട് ഇറങ്ങണം എന്നുള്ളൊരു കാര്യം ആ ഒരു പെൺകുട്ടിയോട് പറയുകയാണ് ഉണ്ടായത്. അത് കേട്ട് ആ ഒരു പെൺകുട്ടി അക്ഷരാർത്ഥത്തിൽ തകർന്നു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു കാര്യം ആ ഒരു കുട്ടി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അകപ്പാട് അങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറയാൻ മാത്രമേ ആ പെൺകുട്ടിക്ക് സാധിക്കുമായിരുന്നുള്ളൂ.
ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാരങ്ങോട്ട് വരികയും ആ ഒരു പെൺകുട്ടിയെ എടുത്തിട്ട് ഉപദ്രവിക്കുകയും ചെയ്തു. സവിതനെ പോലെ തന്നെ വന്ന ബാക്കിയുള്ള പെൺകുട്ടികളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു. പിറ്റേന്നും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. ആ ഒരു സ്ത്രീ വീണ്ടും സവിതയോട് വ്യഭിചരിക്കാനായിട്ട് പറഞ്ഞു. സവിത പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും കൂടെ സവിതയെ എടുത്തിട്ട് അടിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ അവിടെ വേറൊരു മുറിയിൽ ഇതുപോലെ തന്നെ സവിതയെ പോലെ സമ്മതിക്കാത്ത പെൺകുട്ടികളെ കെട്ടിയിട്ടിട്ടായിരുന്നു അടിക്കുന്നുണ്ടായിരുന്നതെന്നാണ് പിന്നീട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. മര്യാദക്ക് ഭക്ഷണവും കൊടുക്കുന്നില്ല, വെള്ളവും കൊടുക്കുന്നില്ല, സ്ഥിരമായിട്ടുള്ള ഉപദ്രവവും ഇതൊക്കെ കൊണ്ട് അവസാനം ഗതികേട് കൊണ്ട് വേറൊരു നിവൃത്തിയും ഇല്ലാതെ ഓക്കെ ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാമെന്നുള്ളൊരു കാര്യം ഈ ഒരു പെൺകുട്ടി ഫൈനലി അവരോട് പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ അവർ ആ കുട്ടിക്ക് ധരിക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതുപോലെ തന്നെ മേക്കപ്പും കാര്യങ്ങളും കൊടുത്തു. ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചുണ്ടിൽ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് പുറത്തുകൂടെ പോകുന്ന പുരുഷന്മാരെ വിളിച്ച് അകത്തോട്ട് കയറ്റണം. എന്നിട്ട് അവർക്ക് കിടന്നു കൊടുക്കണം. അതായിരുന്നു ആ ഒരു പെൺകുട്ടിക്ക് വിധിച്ചിട്ടുണ്ടായിരുന്ന ഒരു ജോലി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഒരു ദിവസം സവിതക്ക് കസ്റ്റമേഴ്സ് കുറവായിരുന്നെന്നിരിക്കട്ടെ, അന്നും പ്രശ്നമായിരിക്കും. അന്നും ഇത് നടത്തുന്ന ആളുകൾ ഈ ഒരു സ്ത്രീയെ കണ്ടമാനം ഉപദ്രവിക്കുകയായിരുന്നു. ആ ഒരു സ്ത്രീയുടെ കാര്യം മാത്രമല്ല, ബാക്കിയുള്ള എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും എന്നുള്ളൊരു ഹോപ്പൊക്കെ പതിയെ ആ ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാവുകയാണ്. പതിയെ ആ ഒരു തൊഴിലായിട്ട് ആ ഒരു പെൺകുട്ടിയും അഡ്ജസ്റ്റ് ആവുന്ന സിറ്റുവേഷനിലോട്ട് വരെ കാര്യങ്ങളെത്തി. അപ്പോഴത്തേനും മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും എന്തെങ്കിലും ഒരു ദിവസം ആരെങ്കിലും എൻ്റെ എന്താ പറയുക ഈ ഒരു നരകത്തിൽ നിന്ന് രക്ഷിക്കും എന്നുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു മനസ്സ് ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാലും പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇതേപോലെ തന്നെ ബാൽക്കണിയിൽ നിന്ന് കസ്റ്റമേഴ്സിനെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സവിത. അപ്പോഴാണ് താഴെ കൂടെ ബെഡ്ഷീറ്റ് വിറ്റ് ഈ സ്ത്രീകളെ നോക്കി പോകുന്ന ഒരു പയ്യൻ്റെ മേൽ സവിതയുടെ കണ്ണുടക്കുന്നത്. ആ പയ്യനും സവിതയെ കണ്ട് ആകെപ്പാടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ഉണ്ടായത്. അത് വേറെ ആരും ആയിരുന്നില്ല, സവിതയുടെ സ്വന്തം അനിയനായിരുന്നു. മൂപ്പര് ബെഡ്ഷീറ്റൊക്കെ വിറ്റ് ഇതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി പോവുമായിരുന്നു. അപ്പോഴാണ് തൻ്റെ സ്വന്തം ചേച്ചിയെ അവിടെ കാണുന്നത്. അപ്പോൾ സവിത ഉടനെ തന്നെ ആ പയ്യനോട് അവിടെ നിൽക്കാനായിട്ട് ആരും കാണാതെ കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. ആ പയ്യനാകെപ്പാടെ ഷോക്കായി. എന്നാലും പയ്യൻ അവിടെ തന്നെ നിന്നു. സവിത ഉടനെ തന്നെ നേരെ തൻ്റെ മുറിയിലോട്ട് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കടലാസിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി അത് ചുരുട്ടി കൂട്ടി ഈ ഒരു പയ്യൻ്റെ മേൽക്ക് ഇങ്ങനെ കൊടുക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം പയ്യൻ ആ ഒരു കടലാസ് എടുത്തു, പതിയെ തുറന്ന് വായിച്ചു നോക്കി. ആ ഒരു പേപ്പറിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടുത്തെ തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നീ ഇങ്ങോട്ട് വരണം. അതിനുശേഷം നിനക്ക് ഒരു പെണ്ണിനെ വേണമെന്ന് അവരുടെ അടുത്ത് പറയണം. അപ്പോൾ ഇവിടെയുള്ള എല്ലാവരെയും അവരിങ്ങനെ നിരത്തി നിർത്തും. അതിൽ നിന്ന് നീ എന്നെ ചൂസ് ചെയ്യണം. അതിനുശേഷം നീ എന്നെയും വിളിച്ചുകൊണ്ട് അവർക്ക് എന്താ പറയുക കൊടുക്കാനുള്ള പൈസയും കൊടുത്തിട്ട് നേരെ റൂമിലോട്ട് പോകണം. അപ്പോൾ ഞാൻ എല്ലാം വളരെ വിശദമായിട്ട് പറയാമെന്നുള്ളതായിരുന്നു ആ ഒരു കടലാസിൽ ഉണ്ടായിരുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി അനിയൻ കറക്റ്റ് തൻ്റെ ചേച്ചി പറഞ്ഞ സമയത്ത് ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയാണ്. അല്പം പേടിച്ചാണെന്നുണ്ടെങ്കിലും ആ ഒരു പയ്യൻ തൻ്റെ ചേച്ചിയുള്ള ബ്രോത്തലിലോട്ട് പോവുകയാണ് ഉണ്ടായത്. എന്നിട്ട് എനിക്കൊരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞു. ആ ഒരു സവിത പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും നിരത്തി നിർത്തി. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു പയ്യൻ സവിതയെ സെലക്ട് ചെയ്തു. പിന്നീട് അവർക്കുള്ള പൈസ കൊടുത്തു. അതിനുശേഷം രണ്ടുപേരും കൂടെ മുറിയിൽ പോയി. മുറിയിൽ കയറി സവിത വാതിൽ കുറ്റിയിട്ടിട്ട് തൻ്റെ അനിയനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് തനിക്ക് സംഭവിച്ച കഥകളെല്ലാം തന്നെ സ്വന്തം അനിയനോട് പറയുന്നത്. അതായത് അന്ന് ഡ്രസ്സ് വാങ്ങാനായിട്ട് ടൗണിലോട്ട് പോകാൻ ആ ഒരു ബസ് കാത്തു നിന്നതും, അതിനുശേഷം ഒരാൾ വന്ന് വഴി ചോദിച്ചതും, പിന്നീട് ആ ഒരു കാറിൽ കയറിയതും, ബിസ്ക്കറ്റ് കഴിച്ചതും, പിന്നീട് ഇങ്ങോട്ട് എത്തിയതും, ഇവരുടെ പീഡനവും കാര്യങ്ങളും എല്ലാം തന്നെ തൻ്റെ സ്വന്തം അനിയനോട് ഈ ഒരു സവിത തുറന്നു പറയുകയാണ്. എന്നിവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുള്ളൊരു അപേക്ഷ കൂടെ അതിലുണ്ടായിരുന്നു. അങ്ങനെ ആ പയ്യൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ പെങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു സ്ത്രീയെ കൊണ്ട് പറയിപ്പിക്കുകയും അത് ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് എന്തൊക്കെ തന്നെ വന്നിട്ടുണ്ടെങ്കിലും നിന്നെ ഞാനിതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നുള്ളൊരു വാക്കുകൂടെ കൊടുത്തു. അതിനുശേഷം അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ സവിത ഈ ഒരു പയ്യനോട് ഒരു കാര്യം കൂടെ പറയുകയാണ് ഉണ്ടായത്. ഇതും കൊണ്ട് നീ ഒരിക്കലും ലോക്കൽ പോലീസിൻ്റെ അടുത്തോട്ട് പോകരുത്. കാരണം ഇത് എല്ലാവരും അറിഞ്ഞിട്ടുള്ളൊരു കളിയാണ്. നീ അങ്ങോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലോക്കൽ പോലീസും ഇവരും പാർട്ട്നേഴ്സാണ്. അവർ നേരെ ഇങ്ങോട്ട് വരും. നീ എൻ്റെ അനിയനാണെന്നുള്ളത് അറിയും. അത് വലിയ പ്രശ്നമാവും.
അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെയും എന്നെയും കൊന്നു കളയാൻ പോലും മടിക്കില്ല, പിന്നെ നമ്മൾ എവിടെ തിരഞ്ഞാലും കിട്ടില്ല, അത്തരത്തിലുള്ള ആളുകളാണ്. അതുകൊണ്ട് ഒന്നില്ലാന്നുണ്ടെങ്കിൽ നീ കളക്ടറിൻ്റെ അടുത്തോട്ട് പോകണം, ഇല്ലാന്നുണ്ടെങ്കിൽ SP ആ ഒരു റാങ്കിലുള്ള ആളുകളുടെ അടുത്തോട്ട് പോകണം, എല്ലാ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെയൊന്നും നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം കൂടെ ആ ഒരു ചേച്ചി അനിയനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ നിന്ന് നേരെ മീററ്റ് സിറ്റി SP ഓഫീസിലോട്ടാണ് ആ ഒരു പയ്യൻ പോയത് കേട്ടോ. അവിടെ SPയെ കാണുന്നതിന് വേണ്ടിയിട്ട് ഒരുപാടധികം മണിക്കൂറുകളാണ് ആ ഒരു പയ്യൻ വെയിറ്റ് ചെയ്തത്. അവസാനം കാണുക തന്നെ ചെയ്തു. മൻസിൽ സൈനി എന്നായിരുന്നു ആ ഒരു IPS ഓഫീസറിൻ്റെ പേര്. ലേഡി സിംഗ് എന്നായിരുന്നു അവർ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരുപാടധികം കേസുകളൊക്കെ തെളിയിച്ച വളരെയധികം എന്താ പറയുക എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറായിരുന്നു കേട്ടോ അവർ. അപ്പോൾ അവർ പോരാത്തതിനൊരു സ്ത്രീയുമാണ്. ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടു, ഇതൊക്കെ കണ്ടു, ഈ സിറ്റുവേഷൻസ് എല്ലാം അറിഞ്ഞപ്പോൾ അവർ ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ഈ ഒരു ഓപ്പറേഷൻ താൻ തന്നെ നേരിട്ട് ഹാൻഡിൽ ചെയ്യുക. അതായത് തൻ്റെ കീഴിലുള്ള ഓഫീസേഴ്സിനൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനിടയിൽ പല കളികളും നടക്കാനുള്ള സാധ്യതയുണ്ട്, അവരൊക്കെ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ വേറെ ആരെയും എന്താ പറയുക താഴെയുള്ള ആരെയും ഇൻഫോം ചെയ്യാതെ ഫുൾ സ്ക്വാഡുമായിട്ട് ഈ ഒരു പയ്യൻ പറഞ്ഞ സ്ഥലത്തോട്ട് പോവുകയാണ് ഉണ്ടായത്. കൂട്ടത്തിൽ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് സ്ക്വാഡിനെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സ്ഥലത്തോട്ട് പോയി സവിതയടക്കം അവിടെ ഉണ്ടായിരുന്ന ഒരുപാടധികം പെൺകുട്ടികളെ രക്ഷിച്ചു. അതിനോടൊപ്പം തന്നെ 3 സ്ത്രീകളെയും 6 പുരുഷന്മാരെയും കൂടെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യാണ്. ടോട്ടൽ 9 പേരെയും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഒഡീസ, ആന്ധ്ര, UP, കേരള, കർണാടക തുടങ്ങിയിട്ടുള്ള പല സ്റ്റേറ്റിൽ നിന്നുള്ള പെൺകുട്ടികൾ ആ ഒരു ബ്രോത്തലിൽ പെട്ട് കിടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നീട് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടായത്. അതായത് പല സ്റ്റേറ്റിൽ നിന്നും ഇതേപോലെ തന്നെ തട്ടിക്കൊണ്ടുവരുന്ന പെൺകുട്ടികൾ ഇതേപോലുള്ള പല സ്ഥലങ്ങളിലും പാർപ്പിച്ച് ഇത്തരത്തിലുള്ള തൊഴിലൊക്കെ ചെയ്യിപ്പിച്ച് ലാഭം എടുക്കുന്ന ഒരു ഗ്യാങ്ങിൻ്റെ ഇടയിലോട്ടായിരുന്നു ഈ ഒരു പെൺകുട്ടിയും എത്തിപ്പെട്ടിട്ടുണ്ടായത്. അങ്ങനെ ആ പെൺകുട്ടികളെ പുനരധിവസിപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ പെൺകുട്ടികളുടെ എല്ലാവരുടെ വീട്ടിലൊക്കെ അറിയിച്ചു. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആളുകൾ വരികയാണ്. സവിതനെ കണ്ട അവർ ആകപ്പാടെ കരഞ്ഞ് മകളെ എടുത്ത് കെട്ടിപ്പിടിക്കുകയാണ് ഉണ്ടായത്. അവർ തങ്ങളുടെ മകൾ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണെന്നുണ്ടെങ്കിലും എന്തൊക്കെ സംഭവിച്ചെന്നുണ്ടെങ്കിലും ജീവനോടെ മകളെ തിരിച്ച് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു കേട്ടോ അവരുണ്ടായിരുന്നത്. അതിനുശേഷം ഈ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഒരു ഗ്രാമത്തിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. എന്നാൽ ഗ്രാമത്തിൽ ആ ഒരു പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്നോ ആ ഒരു പെൺകുട്ടി ഇത്ര കാലം എവിടെയായിരുന്നു എന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇതൊക്കെ തന്നെ മറച്ചു വെച്ചിട്ടുള്ള വേറൊരു സ്റ്റോറി ആയിരുന്നു അവർ പബ്ലിക്കിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അതിനുശേഷം സവിതയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടായെന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പെൺകുട്ടി ചെയ്തൊരു തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ വിശ്വസിച്ചു എന്നുള്ളത് മാത്രമാണല്ലേ, വേറെ എന്ത് തെറ്റാണല്ലോ ആ പെൺകുട്ടി ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഈ ഒരു കേസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റുമൊക്കെ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റസിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.